എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പേപ്പറായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ നിങ്ങളെ അടുത്ത എക്സാമിന് വരാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് കൂടെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ വാച്ച് ചെയ്യുക. നമുക്കറിയാം ഇതൊരു പ്രോബ്ലം പേപ്പറാണ്. തീർച്ചയായിട്ടും 100% മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റാവുന്ന, വളരെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റാവുന്ന ഒരു പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന പേപ്പർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ 5 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ കോറിലേഷൻ, സെക്കൻഡ് മൊഡ്യൂള് റിഗ്രഷൻ, തേർഡ് ടൈം സീരീസ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി. അപ്പോൾ ആദ്യം നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ചാപ്റ്ററിലും ഓരോ മൊഡ്യൂളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ കോറിലേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള കോറിലേഷനിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പ്രോബ്ലം ആണ് അതിൽ നിന്ന് ചോദിക്കാറുള്ളത്. പിന്നെ നമുക്ക് ഏതാണെങ്കിലും അതിൽ തിയറി നമുക്ക് വരാറുണ്ട്. കാരണം 30-40% തിയറിയാണ് നമ്മൾ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ തിയറി സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അഥവാ എന്തെങ്കിലും പ്രോബ്ലത്തിൽ നമുക്ക് മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിയറി എഴുതിയിട്ട് നമുക്ക് അവിടെ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഒരിക്കലും നിങ്ങൾ തിയറി പാർട്ടുകൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തിയറി നമ്മൾ കോറിലേഷനായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ കോറിലേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിന് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് കോറിലേഷൻ അല്ലെങ്കിൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം കൈൻഡ്സ് ഓഫ് കോറിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എഴുതേണ്ട എന്തൊക്കെയാണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, അതുപോലെ തന്നെ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, ദെൻ സിമ്പിൾ, മൾട്ടിപ്പിൾ, പാർഷ്യൽ കോറിലേഷൻ. അപ്പോൾ ഇതാണ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോറിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇത് പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇത് എന്താണ്, ഓരോ ടൈപ്പ് ഓഫ് കോറിലേഷനും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാം. അപ്പം വാട്ട് ഈസ് ലീനിയർ കോറിലേഷൻ, വാട്ട് ഈസ് നോൺ ലീനിയർ കോറിലേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇപ്പം ഇങ്ങനെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ടും നിങ്ങൾക്ക് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് കോറിലേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തിയറി ക്വസ്റ്റൻ തന്നെയാണ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് കോറിലേഷൻ. നമ്മൾ റിലേഷൻഷിപ്പ് എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ളതാണ്, അതിൻ്റെ മെത്തേഡ്സ് ആണ് ഇതിലൂടെ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ആണുള്ളത്. സ്കാറ്റർ ഡയഗ്രാം ഉണ്ട്, കോറിലേഷൻ ഗ്രാഫ് ഉണ്ട്, അതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇങ്ങനെ 3 മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് തിയറി ആയിട്ട് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കോറിലേഷൻ എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ പ്രോബ്ലം ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കോറിലേഷനിൽ. അത് ഈ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ കോറിലേഷൻ എന്ന് ചോദിക്കാറുണ്ട്. സോ അത് വരുന്നത് എന്താണ്, കോറിലേഷൻ കോഎഫിഷ്യന്റിൽ വരുന്ന 3 മെത്തേഡ്സ് നമുക്കുണ്ട്. സോ ഒന്ന് പറയുന്നത് കോൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്, രണ്ടാമത്തെന്ന് പറയുന്നത് സ്പിയർമാൻ കോറിലേഷൻ ആണ്, മൂന്നാമത്തെന്ന് പറയുന്നത് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡാണ്. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് പ്രോബ്ലം ചോദിക്കാറില്ല. ഫസ്റ്റ് 2 മെത്തേഡ്സ് ആണ് ഇതിൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറ്. അതായത് കോൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതുപോലെ രണ്ടാമത്തത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഇതുമായിട്ട് ഈ 2 ബന്ധപ്പെട്ട കോറിലേഷൻ ആണ് നമ്മൾ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തിയറി പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഇതിൽ നിന്ന് പ്രോബ്ലം നിങ്ങൾ പഠിക്കേണ്ടത് കോൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വെച്ചിട്ട് എങ്ങനെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാം, അതുപോലെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ വെച്ചിട്ട് എങ്ങനെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാം എന്നുള്ള പ്രോബ്ലമാണ് നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോറിലേഷനായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റിഗ്രഷൻ ആണ്, റിഗ്രഷൻ അനാലിസിസ് ആണ്. സോ അതിൽ വരുന്ന ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് വാട്ട് ഈസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, വാട്ട് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപ്പെൻഡന്റ് വേരിയബിൾ അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്
എന്ന് പറയുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. വാട്ട് ഈസ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഇതിൽ പ്രോബ്ലം ആയിട്ട് വരുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള റിഗ്രഷൻ ഇക്വേഷൻ ആണുള്ളത്. റിഗ്രഷൻ ഇക്വേഷൻ ഓൺ എക്സ് ഓൺ വൈയും അതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സും. ഇതാണ് പ്രോബ്ലം ചോദിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ തരും, ദെൻ കമ്പ്യൂട്ട് റിഗ്രഷൻ ഇക്വേഷൻ ഓൺ എക്സ് ഓൺ വൈ അല്ലെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സ്, അല്ലെങ്കിൽ ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യാനും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് കോറിലേഷനോ അല്ലെങ്കിൽ റിഗ്രഷനോ റിപ്പീറ്റ് ചെയ്തിട്ട് എസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ കോറിലേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ എസ് ആയിട്ട് റിഗ്രഷൻ ചോദിക്കാം. ചിലപ്പോൾ രണ്ടും കോറിലേഷനും റിഗ്രഷനും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കോറിലേഷനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രോബ്ലം എന്ന് പറയുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ഓൺ എക്സ് ഓൺ വൈ അല്ലെങ്കിൽ വൈ ഓൺ എക്സ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിൽ വരുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ മറ്റൊരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ ലൈൻ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ ലൈൻ അല്ലെ, റിഗ്രഷൻ ലൈനിന്റെ പ്രോപ്പർട്ടീസ്. അതും ഒരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതാണ് റിഗ്രഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എക്സ് ഓൺ വൈ, അതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സ്, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് ആണ്. അപ്പോൾ ടൈം സീരീസ് അനാലിസിസിൽ നമ്മൾ തിയറി നമുക്ക് നോക്കാം. ഇപ്പം പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആയിരിക്കും ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്. ഇമ്പോർട്ടൻസ് ഓഫ് യൂസസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. എന്താണ് ടൈം സീരീസ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ്. വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്. 4 കോമ്പോണൻസ് ഉണ്ട്. സോ അത് തിയറി ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ അതിൽ വരുന്ന ഒരു ഫസ്റ്റ് മെത്തേഡ് ആയിരിക്കും ട്രെൻഡ് എന്ന് പറയുന്നത്. ട്രെൻഡ്, സെക്കുലർ ട്രെൻഡ് എന്ന് പറയുന്നത്. ആ സെക്കുലർ ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇവിടെ നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ പ്രോബ്ലം ആയിട്ട് നിങ്ങളോട് ചോദിക്കാറുള്ളത്. സോ മെത്തേഡ് ഓഫ് മെഷറിംഗ് ട്രെൻഡ് അല്ലെ, അതൊരു തിയറി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഏതൊക്കെ രീതിയിൽ ട്രെൻഡ് മെഷർ ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 4 മെത്തേഡ്സ് ഉണ്ട്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, മെത്തേഡ് ഓഫ് സെമി ആവറേജസ്, മൂവിങ് ആവറേജ് മെത്തേഡ്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഇങ്ങനെ 4 മെത്തേഡ്സ് ട്രെൻഡ് മെഷർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് പ്രോബ്ലം അധികം ചോദിക്കാറില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും മെത്തേഡാണ്. അതായത് മെത്തേഡ് ഓഫ് സെമി ആവറേജസ്, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഈ 3 മെത്തേഡ്, ലാസ്റ്റ് 3 മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് ഈ ഒരു ടൈം സീരീസ് അനാലിസിസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. അത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ അത് ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ലാസ്റ്റത്തെ ആ 3 മെത്തേഡ്സ് ആണ് ഇതിൽ പ്രോബ്ലം ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ടൈം സീരീസ് അനാലിസിസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നാലാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്, സോ അതിൽ നമുക്ക് ഏതൊക്കെയാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൽ നിന്ന് ഒരുപാട് പ്രോബബിലിറ്റി ആയിട്ട് ഒരുപാട് ടേംസ്, പുതിയ പുതിയ ടേംസ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെന്റ്, വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെന്റ്, വാട്ട് ഈസ് സാമ്പിൾ പോയിന്റ്, സാമ്പിൾ പോയിന്റ് എന്താണ്, വാട്ട് ഈസ് sample space, what is sample space, then what is mutually exclusive events, what is mutually exclusive events, അതുപോലെ തന്നെ what is dependent and independent events, dependent and independent events. ഇതൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രോബബിലിറ്റിയിൽ. അതുപോലെ പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി, പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടീസ് പാരഗ്രാഫ് ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ പ്രോബ്ലം ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റിന്റെ അഡീഷൻ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഇപ്പം രണ്ട് പ്രോബബിലിറ്റി എങ്ങനെ നമുക്ക് അഡീഷൻ ചെയ്യാം അല്ലെ, ആഡ് ചെയ്യാം, അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ അതൊരു പ്രോബ്ലം ആയിട്ട് ഇവിടുന്ന് പ്രോബബിലിറ്റിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ക്വസ്റ്റൻ ആണ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിന്റെ അഡീഷൻ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഒരു പ്രോബ്ലം ഏരിയയും കൂടി ഉണ്ട്. അത് ബേസ് തിയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബേസ് തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് തിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലവും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റിയിൽ തിയറി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രോബ്ലം ആയിട്ട് വരുന്നത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്രോബബിലിറ്റി, പ്രോബബിലിറ്റിൻ്റെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം.
പിന്നെ ബേസ് തിയറായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. ഇനി ഒന്നുകൂടി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോറിലേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കോൾപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷനും സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനാണ്. കോറിലേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ റിഗ്രഷനിൽ നിങ്ങൾ റിഗ്രഷൻ ഇക്വേഷൻ ഓൺ എക്സ് ഓൺ വൈയും റിഗ്രഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സ് ആണ് അതിൽ പ്രോബ്ലം ചോദിക്കുക. മൂന്നാമത്തെ ഇതിലേക്ക് വരികയാണെങ്കിൽ ടൈം സീരീസ് അനാലിസിസിൽ ട്രെൻഡ് മെഷർ ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. അത് സെമി ആവറേജസ്, മൂവിങ് ആവറേജസ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്, ഈ 3 മെത്തേഡിൽ നിന്നാണ് ആ ഒരു പ്രോബ്ലം ചോദിക്കുക. പിന്നെ നാലാമത് അതിൽ പ്രോബിലിറ്റിൻ്റെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം, പിന്നെ ബേസ് തിയറായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. അപ്പം ഇതാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.